ഇതിനെന്തായാലും ഗംഭീരമായിട്ട് തന്നെ കൊടുത്തു. തീർച്ചയായിട്ടും മക്കൾ അന്ന് മുതൽ ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോഴും എൻ്റെ 40-ല് പ്രണയത്തിന്റെ ആശമോള് വന്നു, പിന്നെ ജെറി വന്നു, രമേശ് തന്നെ എന്നെ സാന്ത്വനപ്പെടുത്താൻ. അവിടെ അന്ന് ഞാൻ ദുഃഖം കളഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞെന്നുള്ളതാണ്. അവർ വന്നതുകൊണ്ടാണ് അതൊക്കെ ഇറങ്ങി എൻ്റെ റിലാക്സ് ആവുന്നത്. കലാകാരനെ സാന്ത്വനിപ്പിക്കാൻ വരുമ്പോൾ ഉള്ള മറ്റുള്ളവരുടെ ബന്ധുക്കളെ ആരുടെയും ഒന്നും കൂട്ടല്ല, നമ്മുടെ കലാകാരുടെ. അതുകൊണ്ട് അങ്ങ് കിട്ടണേ, ലൊക്കേഷൻ ആയിരിക്കും അങ്ങ് പോണേ, സമയം പോകുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ വീട്ടിൽ ഇനി ആരുമില്ല, ഞാനും ദൈവവും ക്യാമറയെന്ന് പറഞ്ഞു അത് മാത്രമായി വന്നു പോകുമായിരുന്നു മോനും കുഞ്ഞും. ഇനിയിപ്പോൾ അതൊന്നും പ്രതീക്ഷയില്ല, കുഞ്ഞും ഒന്നും എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, നാം മക്കളെ പ്രസവിച്ച് വളർത്തി അവർക്കൊരു ജോലി വരെ ഒപ്പിച്ച വിവാഹം വരെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. അതിൻ്റെ മക്കളെയും പിന്നെ അതിൻ്റെ മക്കളെ ഒന്നും കഷ്ടപ്പെടാൻ നിൽക്കരുത്. ഇപ്പം ഈ 40-കളിലെ പ്രണയം എന്ന് പറയുന്ന പോലെ ഒരു 40-45 വയസ്സൊക്കെ 50 വയസ്സിനകത്ത് ആ അച്ഛനും അമ്മയും മാറി അവരുടെ ലോകത്ത് കുറച്ച് നാൾ അവർ ഈ എന്തായാലും നശ്വരനാണ്. കഷ്ടപ്പെടാതെ അത്രയും കാലം നമ്മളൊക്കെ ഈ പറയുന്ന നമ്മൾ ആരും കുറച്ച് വർഷം കഴിഞ്ഞാൽ ഭൂമിയുടെ മേളിലില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് സന്തോഷം പങ്കിട്ട് അവർ കുറച്ച് നാളത്തേക്കൊന്ന് മാറും. അവരുടെ മക്കളെയൊക്കെ അവർ വളർത്തട്ടെ, ഒരു പ്രയോജനവുമില്ല. സത്യമാ, ഒരു പ്രയോജനവുമില്ല. അത് പൊതുജനങ്ങളോട് എനിക്കുള്ള കൊടുക്കേണ്ട മെസ്സേജുകളാണ്. ഈ ന്യൂ ജനറേഷൻ്റെ ഒന്നും ഭാഗത്തും നമുക്ക് സ്നേഹം റിമോട്ട് വെച്ച് കത്തിച്ച് കളയാനുള്ള മാർഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകം വരും. മാതാപിതാക്കളെയും ഗ്രാൻഡ് മാതേഴ്സിനെയും ഒക്കെ അത്ര കഷ്ടപ്പെട്ട് നെഞ്ചോട് ചേർത്ത കുഞ്ഞുങ്ങൾ തിരിച്ച് കൊത്തുമ്പോൾ വേദനകളാ. ടെക്നോളജി സാധനം അമ്മ പറഞ്ഞു കേട്ടില്ലേ, ദൂരത്തിരുന്ന് റിമോട്ട് വെച്ച് അമ്മയും അച്ഛനെയും കത്തിച്ച് കളയാൻ പറ്റും. അവരാലോചിച്ചോണ്ടിരിക്കും അടുത്തത്. കാരണം ഇപ്പൊ ഫോൺ നോക്കി ഇങ്ങനെ കൊത്തും. ഞാൻ 10-200 ഇഷ്ടം പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഫോണിൽ നിന്ന് മാറ്റി. അതിനും അപ്പോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കല്ലേ, മക്കളെ വാടാ, അല്ലെ വാടി ചോറ് കഴിക്കാൻ. അവർക്ക് ആരോടാ ഇഷ്ടം? കമ്പ്യൂട്ടറിനോടാ ഇഷ്ടം. പുതിയ യുഗം അതിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത കാലത്ത് ഞങ്ങൾ 8 മക്കളും അച്ഛനും അമ്മയും. കരുണാകരൻ, കാതരാക്ഷി, കമലാക്ഷി, കമലൻ, കാദംബരി, കാർത്തികേയൻ, കമലമ്മ, കനകമ്മ, ഉള്ളതിൽ 8. ഇത് അച്ഛനും അമ്മയും. പുഴുക്കൊക്കെ ഒരു മുറത്തിനകത്തിലോട്ട് ഇല വെട്ടിയിട്ട് അങ്ങോട്ടിട്ട് ഒരു പാത്രത്തിലെ ചമ്മന്തിയുള്ളു. ഓരോരുത്തരും കടിച്ച് എല്ലാവരുടെയും തുപ്പൽ അതിനകത്ത് കാണും. ഒരു പ്രശ്നമല്ല. ഐക്യത ഇന്നില്ല. സ്വാർത്ഥമതികളാണ് ഈ ലോകത്തുള്ളത്. കവിത എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്. മറ്റൊരു എപ്പിസോഡിൽ ജീവിതാനുഭവങ്ങൾ അല്ലേ, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പാഠം. അനുഭവം ഗുരു. ഇപ്പൊ എന്താണ് 40-കളുടെ പ്രണയം തിയേറ്ററിലൊക്കെ എത്താൻ പോവാണ്. 13-ാം തീയതി ഫെബ്രുവരി 13 തിയേറ്ററിലേക്ക് എത്തുകയാണ്. വാലന്റൈൻസ് ഡേയോട് ബന്ധപ്പെട്ട് തന്നെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നമ്മളിതിനകത്ത് ഉയർത്തി പറയുന്നൊരു കാര്യമുണ്ട്, പ്രണയിച്ചിട്ടില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന്. അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് നേരെ കല്ലെറിഞ്ഞോട്ടെ. സിനിമ സ്വീകരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഈ ടീമിന് ഉൾപ്പെടെ ഉണ്ട്. എന്നാലും തിയേറ്ററിലെത്തി സിനിമ കണ്ട് വിലയിരുത്തുക. ഞങ്ങൾക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, കാരണം വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയൊന്നുമല്ല ഞങ്ങളുടേത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പിന്നെ ഇതുപോലെ ആയിരിക്കും അവസാനിക്കുന്നതെന്ന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിനെ പോലൊക്കെ ചെല്ലും. അങ്ങനെ ഒരു എൻഡുണ്ട്, അങ്ങനെ ഒരു സാധനം ഞെട്ടിക്കലുണ്ട്. അത് ഇത് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ തീരുമാനിക്കട്ടെ ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയായിരുന്നു ഇത്, ദൈവമേ എന്നൊന്ന് വിളിക്കും. അവര് കണ്ട് നമ്മളെ ദൈവമേ നമ്മുടെ പടം വിജയപ്രദമാകട്ടെ. രമേശിന്റെ ആ സ്ക്രീനിൽ വരുന്ന സിനിമ ഞങ്ങൾ വേറെയും ചെയ്തു. സിനിമ ഗരുഡകൽപ്പ ഇറങ്ങുമായിരിക്കും, അതല്ലേ, ഇറങ്ങും. അപ്പോ ഓഡിയൻസിന്റെ, കാരണം നമ്മളൊരു മത്സരങ്ങൾ നടത്തിയാൽ പോലും പേനാമനക്കിടുന്നത് തൽപര കക്ഷികൾക്ക് പോകും, സാമ്പത്തികത്തിന് പോകും. പക്ഷേ ഓഡിയൻസിന്റെ മനസ്സിലെ പ്രതികരണമാണ് നമ്മുടെ അവാർഡ്. അതുണ്ടാവട്ടെ. ഇവിടം വരെ എത്തിച്ച നമ്മുടെ പ്രേക്ഷകര്
40കളിലെ പ്രണയം കണ്ട് പ്രണയിക്കാത്തവരും കൂടെ പ്രണയിച്ചും തുടങ്ങട്ടെ. അടിപൊളിയാവട്ടെ. അടിപൊളിയാവട്ടെ. ഏറെ സന്തോഷം.